ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലായിടത്തും ചക്ക നല്ല പഴുത്ത് പരിവായി. അങ്ങനെ നമുക്ക് ചക്ക വരട്ടാം. ചക്ക വെട്ടി കുരുകുരാന്നരിഞ്ഞ് പഴുത്ത ചക്ക കേട്ടോ. തട്ടോ വെട്ടണമൊന്നും എടുക്കാൻ പറ്റില്ല, മുണഞ്ഞിയും പറ്റുമല്ലോ. ഞാൻ ദേ ആവി കയറ്റി ചക്ക ഒന്ന് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ശർക്കര ഉരുക്കാനും വെച്ചിട്ടുണ്ട്. ദേ ചക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഞാൻ ഒരുപാടങ്ങ് വേവിച്ചില്ല. ഇനി ഇത് വരട്ടുമ്പോൾ ആയിക്കോളും. ദേ ഒരു നല്ല പാത്രം വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചാട്ടോ ഒഴിച്ചത്. എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചങ്ങടെ ചക്കയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി വരട്ടുന്നത്, അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇങ്ങനെ വരട്ടി 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 കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാട്ടോ ഇങ്ങനെ. അതിങ്ങനെ ആ സമയം കൊണ്ട് നമുക്ക് ഏലക്ക പൊടിച്ച് വയ്ക്കാം. അത് കുറച്ച് നേരം വരണ്ട് വരട്ടെ. ആദ്യമൊക്കെ അപ്പം എപ്പോഴും ഇളക്കണമെന്നില്ല. പിന്നെ നമുക്ക് അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. ഈ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തുനിന്ന് മാറരുത്. ഏകദേശം വെള്ളം പറ്റി വരുമ്പോഴേ അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ നല്ലോണം ഉടഞ്ഞു വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ചക്ക ഇങ്ങനെ ഇട്ടേക്കുന്നതാണോ ലാസ്റ്റ് ആ പരുവത്തിനായെന്ന് നമുക്ക് സംശയം വരും. നല്ലോണം ആ വേവുമല്ലേ, അപ്പോഴത്തേനും അതങ്ങ് ഉടഞ്ഞു വരും. ഇതേ ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫുൾ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പാവുമല്ലോ. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു നമുക്ക് അതിൻ്റെ ആ പാകം ഇങ്ങനെ ഇളക്കുമ്പോൾ അറിയാം. അടിയിലിങ്ങനെ ഒരു ഇത് വരുമ്പോൾ അറിയാം കേട്ടോ. വെള്ളമയം മൊത്തം പോയി. വെള്ളമയം മൊത്തം പറ്റിച്ച് വെച്ചാൽ എന്താ ഗുണം എന്നറിയോ? എന്നിട്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഭരണിക്കകത്തൊക്കെ ഇട്ട്, എൻ്റെ മുത്തശ്ശിയൊക്കെ പണ്ടിങ്ങനെ സൂക്ഷിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നും നമ്മളെ പോലെയുള്ളവർക്കൊന്നും ഇപ്പോൾ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ ഏകദേശം ഇപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ദേ ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജിലേക്കായപ്പോൾ ഞാനതിലേക്ക് ഇത്തിരി ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയൊന്ന് അതും കൂടെ ഒന്ന് ആ ഒരു മണവും കാര്യങ്ങളും ഒക്കെ കൂടെ പിടിക്കാനായിട്ട് ഇളക്കി. ഇപ്പോൾ ആ വരുന്ന സ്മെല്ലുണ്ടല്ലോ, നല്ല ടേസ്റ്റ്. ഇത് ചക്കയിടയ്ക്ക് തന്നെയല്ല, ഇതിങ്ങനെ തന്നെ കോരി തിന്നാനും ഒരു ടേസ്റ്റാട്ടോ. ഒരു മധുരയിടാത്ത കട്ടൻ്റെ ഒക്കെ കൂടെ ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇത് ഇപ്പോൾ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലായിട്ട് ഇങ്ങനെ അടച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് തോന്നുമ്പോൾ ചക്കയില്ലാത്ത കാലത്തും ഇതെടുത്ത് കഴിക്കുകയും ചെയ്യാം. ചക്കയിടയ്ക്കും ഉണ്ടാക്കാം. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ചക്ക തീരണേ